ഈശോയിൽ വാത്സല്യമുള്ളവരെ, ഈ നല്ല ദിവസത്തിൻ്റെ ദൈവകരുണ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവകരുണയുടെ വചനവിചിന്തനം ആരംഭിക്കുവാൻ റെക്സ് ബാൻഡിൻ്റെ സുന്ദരമായിട്ടുള്ള ഒരു സ്കിറ്റിൽ ചിന്ത ആരംഭിക്കാം. കർട്ടൻ ഉയരുമ്പോൾ ടോണി തൻ്റെ ഹൃദയവുമായിട്ട് സ്റ്റേജിൽ നിൽക്കുകയാണ്. അങ്ങനെ ഹൃദയവുമായിട്ട് നിൽക്കുമ്പോൾ ഈശോ കടന്നു വന്നു. ഈശോ കടന്നു വന്നിട്ട് ചോദിച്ചു, ടോണി, വിൽ യു ഗീവ് യു ഹാർട്ട്? ടോണി പറഞ്ഞു, നോ, ഐ വോണ്ട് ഗീവ് മൈ ഹാർട്ട്. ജീസസ് രണ്ടാം വട്ടം ചോദിക്കില്ല, സക്കേവൂസ് കം ഡൗൺ. വന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സമ്മർദ്ദമില്ലാത്ത സാന്നിധ്യമാണ്. ഈശോ കടന്നുപോയി. അവനിങ്ങനെ ആ ഹൃദയവുമായിട്ട് നിൽക്കുമ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി വന്നു. പെൺകുട്ടി വന്നിട്ട് അവനോട് ചോദിച്ചു, ടോണി, വിൽ യു ഗീവ് യു ഹാർട്ട്? ഈശോയ്ക്ക് കൊടുക്കാത്ത ഹൃദയം ആ പെൺകുട്ടിക്ക് കൊടുത്തു. ആ പെൺകുട്ടി ആ ഹൃദയം എടുത്തിങ്ങനെ അമ്മാനമാടുന്നു, തുരുതിരെ ചുംബിക്കുന്നു. ഒടുവിൽ ആ ഹൃദയം എടുത്ത് വലിച്ചെറിഞ്ഞ് ഉടച്ചിട്ട് കടന്നുപോയി. ടോണി സങ്കടത്തോടെ ചിതറിപ്പോയ ഹൃദയം പെറുക്കിയെടുക്കുമ്പോൾ ജീസസ് വീണ്ടും വന്നു, ചോദിച്ചു, ടോണി, വിൽ യു ഗീവ് യുവർ ബ്രോക്കൺ ഹാർട്ട്? ഐ വിൽ ഗീവ് മൈ ഹാർട്ട്. ടോണി, നിൻ്റെ നുറുങ്ങിയ ഹൃദയം എനിക്ക് തരുമോ? ഞാൻ നിനക്ക് എൻ്റെ ഹൃദയം തരാം. ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് തിരുഹൃദയ ഭക്തി. ആ തിരുഹൃദയ ഭക്തിയിൽ നിന്നും നമുക്ക് ദൈവകരുണയുടെ ഭക്തിയിലേക്ക് യാത്രയാവാം. പ്രത്യേകിച്ച് തിരുഹൃദയത്തിൻ്റെ ഭക്തി ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ കുർബാന കഴിഞ്ഞു വരുന്ന 8-ാം ദിവസമാണ് തിരുഹൃദയത്തിൻ്റെ തിരുനാളായിട്ട് ആഘോഷിച്ചിരുന്നത്. അതിന് കാരണം 1673 മുതൽ 1675 വരെ ഫ്രാൻസിലെ പാർണമോളിയ എന്ന സ്ഥലത്ത് വിസിറ്റേഷൻ സഭയിലെ മാർഗ്രറ്റ് മേരി അലക്കോക്കിനുണ്ടായ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, അവൾ കണ്ട ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യമായിട്ട് കലാകാരൻ തിരുഹൃദയത്തിൻ്റെ ചിത്രം വരച്ചത്. ഈ തിരുഹൃദയത്തിൻ്റെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചരിയന്തുരുത്ത് എന്ന് പറയുന്ന ഇടവകയിൽ ധ്യാനം നടക്കണേണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ആദ്യമേ ചോദിച്ചത്, മക്കളെ, ഞാനൊരു ചോദ്യം ചോദിക്കാം, സമ്മാനം തരാം. ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കുട്ടി കൈവക്കിയിട്ട് പറഞ്ഞു, ഞാൻ പറയാം അച്ഛോ. പറമോനെ, ഈശോയുടെ ഹൃദയം പുറത്താണ്, നമ്മുടെ ഹൃദയം ഉള്ളിലാണ്. മനോഹരമായിട്ടുള്ള ആൻസർ അല്ലേ? ഈശോയുടെ ഹൃദയം പുറത്താണ്, നമ്മുടെ ഹൃദയം ഉള്ളിലാണ്. അപ്പോൾ ഈശോയുടെ പരസ്യമായ ഹൃദയം, നമ്മുടെ രഹസ്യമായ ഹൃദയം. അപ്പം നമ്മൾ ഇന്ന് ആ ഹൃദയത്തിൻ്റെ മറ്റൊരു ഭാവത്തിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ മാർഗ്രറ്റ് മേരി അലക്കോക്കിനുണ്ടായ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ തിരുഹൃദയം വരച്ചതും തിരുഹൃദയത്തിനായി പ്രതിഷ്ഠ നടത്തിയതും. നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങി ഈ തിരുഹൃദയത്തിന് മുൻപിൽ വരുമ്പോൾ അമ്മയും അപ്പനും പഠിപ്പിച്ചെന്താണ്? ഈ തമ്പായി ഈശോയാണ്. അവിടെയാണ് നമ്മളുടെ തുടക്കം. പിന്നീട് നമ്മൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഇടയാകുന്നത് അത് ഫൊസ്തീന എന്ന് പറയുന്ന വിശുദ്ധയ്ക്കുണ്ടായ ദർശനമാണ്. ഫൊസ്തീനയ്ക്ക് 1931 തുടങ്ങി 38 വരെ പോളണ്ടിലെ ഈ വ്യക്തിക്ക് ലഭിച്ച ദർശനമാണ്. അവരും ഒരു സിസ്റ്റർ തന്നെയാണ്. പിന്നീട് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ, പോളണ്ടുകാരൻ തന്നെയാണ്, 2000 ആണ്ടിൽ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ 2000 ആണ്ടിൽ ആരംഭിച്ചത് 26ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന ആ ദൈവ കരുണയുടെ തലങ്ങളിലേക്ക് കടന്നു പോകാം. ബൈബിളിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകതയാണ് ഈശോയ്ക്ക് അനുകമ്പ തോന്നി, കരുണ തോന്നി. ഇപ്പോൾ ഡിവൈൻ മേഴ്സി നമ്മളെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ കരുണയുടെ പാഠങ്ങളാണ്, യേശുവിൻ്റെ അനുകമ്പയുടെ പാഠങ്ങളാണ്. ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 7 തലങ്ങളാണ് ഈ ദൈവ കരുണ, ദൈവത്തിൻ്റെ അനുകമ്പ, കർത്താവിൻ്റെ അനുകമ്പ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, കർത്താവിനോട് മുറിവേറ്റവരോട് വലിയ സ്നേഹമാണ്. മുറിവേറ്റ അനേകം വ്യക്തികൾ ബൈബിളിൽ കാണാൻ സാധിക്കും. നമ്മൾ പുതിയ നിയമമാണ് കാണുന്നത്. മുറിവേറ്റ വ്യക്തിയാണ് സക്കേവൂസ്. അതുകൊണ്ടാണ് ആ സമൂഹത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല, കുള്ളനായിട്ട് കണ്ടു, അദ്ദേഹത്തിനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ആ മനുഷ്യനെ ഈശോയെ കാണാൻ കേൾക്കാൻ വേണ്ടി സിക്കബൂർ മരത്തിലേക്ക് പോകുന്നതും അവൻ്റെ മുറിവുണക്കുന്നതും അവൻ്റെ വീട്ടിൽ അതിഥിയായി താമസിച്ച് അവൻ്റെ രക്ഷ നൽകിയത്. വീണ്ടും മുറിവേറ്റവളാണ് പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. മുറിവേറ്റവളാണ് സമറിയക്കാരി. മുറിവേറ്റ 2 വ്യക്തികളാണ് കുരിശിൽ കിടക്കുന്നത്. അതിൽ ആ നല്ല കള്ളനാണ് ആ കർത്താവിൻ്റെ ആ വചനം കേട്ടിട്ട് അവൻ്റെ മുറിവ്
അവൻ അത് തിരുമുറിവാക്കി മാറ്റി. ഞാൻ ഉദ്ദേശിച്ചത് കള്ളൻ്റെ മുറിവ് കർത്താവിൻ്റെ മുറിവാക്കി മാറ്റാൻ സാധിക്കണം. കർത്താവിൻ്റെ കരുണയുടെ വചനമാണ്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല. ലൂക്ക 23:34. ഒരൊറ്റ വചനം മതിയായിരുന്നു. ആ കരുണയുടെ വചനം, ആ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ വചനം മതിയായിരുന്നു കള്ളന് നല്ല കള്ളനായിട്ട് ആകുവാൻ സാധിച്ചത്. രണ്ടാമത്തേത്, കർത്താവിൻ്റെ കരുണ നമ്മൾ കാണുന്നത് കരയുന്നവരോടുള്ള കരുണയാണ്. നമ്മൾ പാടാറുണ്ട്, കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്നുള്ള മനോഹരമായിട്ടുള്ള പാട്ട് വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ബൈബിളിൽ എത്ര പ്രാവശ്യം ഈശോ കരഞ്ഞിട്ടുണ്ട്? 4 പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, തൻ്റെ ചങ്ക് ഫ്രണ്ടായ ലാസറിൻ്റെ കുഴിമാടത്തിൽ ലാസറിൻ്റെ സഹോദരിമാർ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ, ഹീ വെപ്റ്റ്, അവൻ കരഞ്ഞു എന്നാണ്. പിന്നെ ജെറൂസലേമിനെ നോക്കി കരഞ്ഞു, ഇന്നെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ. ഗത്സേമനിയിൽ കർത്താവ് കരഞ്ഞു, കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ കരയുമ്പോൾ, ബൈബിൾ പറയുന്നു, നീ കരയുമ്പോൾ നിൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിൻ്റെ ദുഃഖം, നിൻ്റെ കണ്ണുനീര് സന്തോഷമായി ഭവിക്കും. മോനിക്കാമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അംബ്രോസ് പുണ്യാളച്ചൻ പറഞ്ഞു, നിൻ്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, നിൻ്റെ കണ്ണുനീരിൻ്റെ പുത്രൻ മാനസാന്തരപ്പെടും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ജയഘോഷത്തിന് കൊയ്യുന്നു. ഇങ്ങനെ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും കർത്താവിൻ്റെ ജീവിതത്തിലൂടെ അനുഭവിക്കുന്നതും ഈ കരയുന്നവരോടുള്ള കർത്താവിൻ്റെ കരുണയാണ്, അനുകമ്പയാണ്. മൂന്നാമതായി വിശക്കുന്നവരോടാണ്. മത്തായി 14-15 വായിച്ചാൽ വചനം ശ്രവിച്ച മക്കളോട് അനുകമ്പ തോന്നി എന്നാണ് പറഞ്ഞത്, കരുണ തോന്നി എന്നാണ്. അവരാരും ചോദിച്ചില്ല ഞങ്ങളുടെ വയറ് വിശക്കുന്നു എന്ന് അവരാരും പറഞ്ഞില്ല. ഈശോ അറിഞ്ഞു ചെയ്യുകയാണ്. അവിടെ 5 അപ്പവും 2 മത്സ്യവും കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി. മിച്ചം വരുന്നു. 7 അപ്പം കൊണ്ടും കുറേ ചെറിയ മീനും കൊണ്ട് 4000 പേരെ തീറ്റിപ്പോറ്റുന്നു. മിച്ചം വരുന്നു 7. അതെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ കരുണ അനുഭവിക്കണമെങ്കിൽ വിശപ്പുണ്ടാകണം, ദാഹമുണ്ടാകണം. എന്തിൻ്റെ വിശപ്പ്, എന്തിൻ്റെ ദാഹം? ശാരീരികമായ, മാനസികമായ, ആത്മീയമായ, ധാർമ്മികമായ, ഭൗതികമായ 5 തരത്തിലുള്ള ദാഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ കരുണ നമുക്ക് ആവോളം നുകരുവാനും പകരുവാനും സാധിക്കുന്നു. അടുത്തത്, കടക്കണിയുള്ളവരോട് വലിയ സ്നേഹമാണ് കർത്താവിന്. ഇന്ന് കടബാധ്യതയുള്ളവരല്ലേ, പ്രത്യേകിച്ച് മാന്ദ്യം വന്നതോടുകൂടി എല്ലാവർക്കും ലോൺ അടക്കാൻ പറ്റുന്നില്ല, ജപ്തി നോട്ടീസ് വന്നു, ആകെ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ മത്തായി 18 ഇളവ് ചെയ്തു തരുന്ന കർത്താവിൻ്റെ വലിയ കരുണ കാണാൻ സാധിക്കും. ഈ ഒരു കരുണ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. ഞാൻ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞുപോയ നോയമ്പ് കാലത്ത് ധ്യാനിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഇത് കടം ഇളവ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ വചനപ്രഘോഷണം കേട്ടു, ഞാൻ എല്ലാവർക്കും ഇളവ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അദ്ദേഹം വന്നിട്ട് എല്ലാവരെയും അറിയിച്ചു, നിങ്ങൾ പലിശ ഒന്നും തരണ്ട, നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ അത് അടച്ചു തീർക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ ഇടപാടുകൾ തീർക്കാമെന്ന് പറഞ്ഞത് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. സക്കേവൂസ് അതല്ലേ ചെയ്തത്? സക്കേവൂസ് 4 ഇരട്ടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ഇളവ് ചെയ്ത് കൊടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഓർക്കണം, നമ്മൾ ഒരിക്കലും നമ്മുടെ ഹാർഡ് ഏൺഡ് മണി, അതായത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പിഴിഞ്ഞും മറ്റുള്ളവരെ ചൂഷണം ചെയ്തും ബ്ലേഡ് കമ്പനി നടത്തിയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ശാശ്വതമാവുകയില്ല എന്നൊരു രഹസ്യം കൂടി ദൈവകരുണയുടെ ഇളവ് ചെയ്തു കൊടുക്കുന്ന കാര്യവും നമ്മൾ പ്രായോഗികമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് അമ്മമാരോടും കുഞ്ഞുങ്ങളോടാണ്. എന്തുകൊണ്ടാണ് കർത്താവ് പത്രോസ് തടഞ്ഞപ്പോൾ അവരെ തടയേണ്ട, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരെയും കുഞ്ഞുങ്ങളെയോടും കരുണ കാണിച്ചത്? കാരണം അമ്മയുടെ ഉള്ളിലായിരുന്നപ്പോൾ തൻ്റെ അമ്മ അനുഭവിച്ച അവാച്യമായിട്ടുള്ള ആ വലിയ പ്രയാസം, ഈജിപ്തിലേക്ക് പോയ കാര്യം, ഈജിപ്തിലുള്ള ജീവിതം, കഷ്ടപ്പാട്, ഒരു അമ്മയുടെ കഷ്ടപ്പാട് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് കർത്താവിന് അമ്മമാരോടും കുഞ്ഞുങ്ങളോടും വലിയ സ്നേഹം. നമ്മൾ മറന്നു പോകരുത്. ഇന്ന് പലരും പള്ളി വരുന്നില്ല. എന്തേ പള്ളി വരാത്തത്? കുഞ്ഞുള്ളത് കൊണ്ട് വരുന്നില്ലെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, പ്രത്യേകിച്ച് അമ്മമാർ ആ കുഞ്ഞുങ്ങളുമായിട്ട് പള്ളിമുറ്റത്തായാലും കുഴപ്പമില്ല, അവരവിടെ നിന്നുകൊണ്ട് ആ കുർബാനയിൽ പങ്കെടുക്കും. ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നത് ആബേ ലോയിഡ് എന്ന് പറയുന്ന ഒരു കുഞ്ഞാണ്. 10ാം വയസ്സിൽ ബ്ലഡ് ക്യാൻസറായിട്ട് കൊല്ലം രൂപതയിൽ കോയിൽത്തോട്ടം ഇടവയിൽ മരിച്ച ആ കുഞ്ഞിനെ ഓർക്കണേ. കാരണം അവനെ അമ്മ പള്ളിയിൽ കൊണ്ടുവരും, അൾത്താറിന് മുൻപിൽ വന്ന് കൂപ്പിയ കരങ്ങളോടെ നിന്ന് അവൻ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർന്ന് ആ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലും അവനൊരു ദിവ്യകാരുണ്യ ഭക്തനായിട്ട് 10ാം വയസ്സിൽ മരിച്ചു. കാർലോ അക്വിറ്റസ് അത് തന്നെയാണ്.
അവൻ്റെ ജീവിതത്തിലും കാണുന്നത് അവൻ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മൾ മറന്നു പോകരുത്. പ്രത്യേകിച്ച് ദേവാലയവുമായിട്ട് അമ്മമാർ കുഞ്ഞുങ്ങൾ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ട്രെൻഡാണ്, കുഞ്ഞുങ്ങളായിരിക്കും പള്ളിയിൽ ആൾക്കാരോട് ചേർന്നിരിക്കും, ഓരോ ക്ലാസ് അനുസരിച്ച് പുറത്തേക്ക് പോകും, പിന്നെ ഗേറ്റിന് പുറത്തേക്ക് പോകും. ഇന്ന് പല ദേവാലയത്തിലും കുഞ്ഞുങ്ങൾ മൊബൈലിൽ നോക്കി നിൽക്കുന്നു, ചുറ്റി നടക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ചലഞ്ചാണ്. ദൈവകരുണയുടെ തിരുനാളിൽ ഈ കുഞ്ഞുങ്ങളെ ചോറിനോടൊപ്പം ചൊല്ലും കൊടുത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കൈമോശം വന്ന് പോകും എന്നുള്ളൊരു പ്രായോഗിക ചിന്തയും ഉണ്ടാവണം. അടുത്തത് തൊഴിലാളികളോടാണ്. എന്തുകൊണ്ടാണ് തൊഴിലാളികളോട് വലിയ സ്നേഹം? മത്തായി 11:28 നമുക്കറിയാം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വെറുതെ പറഞ്ഞല്ല. 12 വയസ്സിന് ശേഷം ഒറ്റ സെൻറ്റൻസേ 30 വയസ്സ് വരെയുള്ള കാര്യത്തിൽ എഴുതിയിട്ടുള്ളൂ. ലൂക്കാ 2:52. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി ജ്ഞാനത്തിലും പ്രായത്തിലും പക്വതയിലും വളർന്നു. ഒരു കാര്യം നമുക്കറിയാം, പരസ്യ ജീവിതത്തിന് മുമ്പ് ഔസേപ്പ് പിതാവ് മരിച്ചുപോയി. പിന്നെ അമ്മയെ സഹായിക്കുന്നത് മരപ്പണിയെടുത്താണ്. തച്ചൻ്റെ തഴമ്പുള്ള കർത്താവാണ്. അതുകൊണ്ടാണ് ഈ വേദനിക്കുന്നവരുടെ പ്രയാസം അറിയാം, ഒരു തൊഴിലാളിയുടെ വിയർപ്പും ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ തൊഴിലാളികളോട് വലിയ സ്നേഹമാണ്. അപ്പോൾ ഇവിടെ ഈ ദൈവത്തിൻ്റെ കരുണ തൊഴിലാളികൾ കിട്ടേണ്ടത് ഈ കുർബാനയിൽ നിന്നാണ്. എനിക്കറിയാവുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട്. ഞങ്ങളുടെ കോവേന്തപ്പള്ളിയിൽ പല പള്ളികളും പറഞ്ഞ അച്ഛാ, ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുർബാനയില്ലെങ്കിൽ എന്തോ കുറവാണ് അച്ഛാ, അതാണ് ഞങ്ങളുടെ ഊർജ്ജം അച്ഛാ. ഇപ്പോൾ കുർബാന മുടക്കാത്ത അതിരാവിലെ 5:30 കുർബാനയ്ക്ക് വരുന്ന എത്രയോ വ്യക്തികളാണ്. ഇഷ്ടംപോലെ വ്യക്തികൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവർ പറഞ്ഞിട്ടുണ്ട് അച്ഛാ, ഒരു കുർബാന മിസ് ചെയ്താൽ ആ ദിവസം തന്നെ മിസ്സാവും. അതുകൊണ്ട് തൊഴിലാളികളായ വ്യക്തികൾ ഓർക്കണം, ദുഃഖവെള്ളിയാഴ്ച രൂപം മൊത്താൻ വരലല്ല, മറിച്ച് നല്ലതാണ്, ഒരു ശീലമാക്കണം തൊഴിലാളികൾ. നമ്മൾ ആ കർത്താവിൻ്റെ പവർ, കർത്താവിൻ്റെ ശക്തി ആർജിച്ചാൽ മാത്രമേ നമുക്ക് ആ കരുണ, ആ കൃപ നമ്മുടെ തൊഴിലിലുണ്ടാവുകയുള്ളൂ, തൊഴിൽ മേഖലകളിൽ ഉണ്ടാവുകയുള്ളൂ. അതാണ് മത്തായി 6:33. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കും. ഇനി അടുത്തതെന്ന് നോക്കിയ കർത്താവിൻ്റെ കരുണ പാപികളോട്, വേശ്യകളോട്, നിരാകരിക്കപ്പെട്ടവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് എന്ത് സ്നേഹമാണ്. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ ചാരെ പോവുകയും അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ 7 തലങ്ങളിലുള്ള കരുണയെക്കുറിച്ചാണ്, അനുകമ്പയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഇത് തികച്ചും വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിയുള്ള 7 കാര്യം, സുവിശേഷത്തിൽ കിടക്കുന്ന 7 കാര്യങ്ങളാണ്. ഒന്ന് ക്രോഡീകരിക്കാം. പറഞ്ഞത് കരയുന്നവരോട്, വിശക്കുന്നവരോട്, കടക്കണിയുള്ളവരോട്, അമ്മമാരോട്, കുഞ്ഞുങ്ങളോട്, തൊഴിലാളികളോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, വിശക്കുന്നവരോട്, ഇത്രയും മേഖലകളുണ്ട്. ഇനി പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ABC ആണ് നമ്മൾ, ABC ഓഫ് ഡിവൈൻ മേഴ്സി. അതൊരു ആർട്ടിക്കിളാണ്. ABC ഓഫ് ഡിവൈൻ മേഴ്സി. ദൈവകരുണയുടെ ABC ആണ് പറയാൻ പോകുന്നത്. A എന്ന് പറയുന്നത് ആസ്ക് ഫോർ ഡിവൈൻ മേഴ്സി. അതായത് നമ്മളെന്നും ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ആ കരുണയുടെ ആ പ്രാർത്ഥനയൊക്കെ വളരെ മനോഹരമാണ്. രണ്ടാമത്തത് ബി മേഴ്സിഫുൾ, മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കാനായിട്ട് പരിശ്രമിക്കണം. സി കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ ജീസസ്, സമ്പൂർണ്ണമായി യേശുവിൽ ശരണപ്പെടണം. ഈ 3 കാര്യങ്ങളാണ് ABC ഓഫ് ഡിവൈൻ മേഴ്സി. ആസ്ക് ഫോർ ഡിവൈൻ മേഴ്സി, ബി മേഴ്സിഫുൾ, കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ ജീസസ്. ഇനി ഭക്തിമാർഗങ്ങളുണ്ട്. അപ്പോൾ ഇനി ദൈവകരുണയിൽ വളരാനുള്ള ഭക്തിമാർഗങ്ങൾ: 1, കരുണയുടെ ജപമാല ദിവസവും ചൊല്ലണം. 2, കരുണയുടെ നൊവേന ചൊല്ലുന്നത് നന്നായിരിക്കും. 3, കരുണയുടെ തിരുനാൾ ആഘോഷിക്കണം. 4, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. 5, കാലഘട്ടത്തിൻ്റെ മുഖം കരുണയുടെ മുഖമായിട്ട് മാറണം. അതായത് നമുക്ക് ഇന്ന് ഈശോ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കണ്ണിലൂടെ, കാതിലൂടെ, അധരത്തിലൂടെ, കരങ്ങളിലൂടെ, ഹൃദയത്തിലൂടെ ആവണം. അപ്പം ഈശോയുടെ മുഖം ആകാനായിട്ട്, കരുണയുടെ മുഖമാകാനായിട്ട് പരിശ്രമിക്കണം. കേട്ട കാര്യങ്ങൾ ഈ കരുണയുടെ തിരുനാളിലൊന്ന് ക്രോഡീകരിക്കാം. ജീസസ് യൂത്തിൻ്റെ സ്കിറ്റിലൂടെ കർത്താവ് നമ്മളോട് ചോദിച്ചു, നിൻ്റെ നുറുങ്ങിയ ഹൃദയം എനിക്ക് തരുമോ? ഞാൻ നിനക്ക് നിൻ്റെ ഹൃദയം തരാം. അപ്പം നമ്മുടെ ആ ഹൃദയം കർത്താവിനെ ഏൽപ്പിക്കണം, പൂർണ്ണമായിട്ട് കൊടുക്കാൻ സാധിക്കണം. പിന്നീട് നമ്മൾ കേട്ടത് ഈ 2 തിരുഹൃദയത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ദൈവകരുണയുടെ ചരിത്രമാണ്. ഈ ദൈവകരുണയുടെ ചിത്രം ഉണ്ടാവാൻ കാരണം ഫൊസ്തീനായ്ക്കുണ്ടായ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം വരച്ചത്. അതുപോലെ തന്നെ മാർഗരറ്റ് മേരി അലക്കോക്കിനുണ്ടായ ദർശനത്തിൻ്റെ പശ്ചാത്തല ചിത്രകാരന്മാർ വരച്ച ചിത്രമാണ് ഈശോയുടെ തിരുഹൃദയവും ദൈവകരുണയുടെ ചിത്രവും. പിന്നീട് നമ്മൾ അനുകമ്പയുടെ
കരുണയുടെ 7 മുഖങ്ങൾ കണ്ടു. പിന്നെ പ്രാക്ടിക്കലായിട്ട് ABC ഓഫ് ഡിവൈൻ മേഴ്സിയും പിന്നെ ആ ഭക്തിമാർഗവും കേട്ടു. ഇത് മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ തിരുനാളിൽ ഈ ലോകത്തെ പ്രപഞ്ചത്തെ മുഴുവനും അവിടുത്തെ കരുണയുടെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അമേരിക്കയും ഇസ്രായേലും ഇറാനെയും ഗൾഫ് രാജ്യങ്ങളെയും സമർപ്പിക്കുന്നു, ലോകരാജ്യങ്ങളെ മുഴുവൻ സമർപ്പിച്ച് ആ ദൈവകരുണയുടെ അനുകമ്പയും ആർദ്രതയും ക്ഷമിക്കുന്ന സ്നേഹവും ഉണ്ടാവാൻ കൃപ നൽകണമേ. പ്രത്യേകിച്ച് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ശാരീരിക മാനസിക ആത്മീയ സൗഖ്യം നൽകണമേ. ദൈവമേ, ആസ്പത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട്ടിലായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനത്താലും സ്പർശനത്താലും സൗഖ്യം നൽകിയ കർത്താവായ ഈശോ നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ. ആമേൻ. ദൈവകരുണയുടെ തിരുനാൾ ആശംസകൾ. ആമേൻ.